അത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 2 ഡയമെൻഷനിലെ ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മളൊരു പെർട്ടർബുലേഷൻ എന്ത് കൊടുത്തു B(x1, x2) കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജിയിലുള്ളത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ ഹാമിൽട്ടോണിയൻ എഴുതുമ്പോൾ P²/2m ½ ഇവിടെ രണ്ടാൾക്കാരുണ്ട് x1 x2 ഉണ്ട്. അപ്പോൾ xi² എന്ന് കൊടുത്തു. അതുപോലെ തന്നെ എനർജിയിലൊക്കെ ഇളവ് പറയുമ്പോൾ നമുക്ക് n1 n2 വരും. സാധാരണ ½ n h⁻ω എന്ന് കൊടുക്കുന്നതിന് പകരം ½ n1 n2 h⁻ω എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ഐഡന്റിക്കൽ വാല്യൂ എനർജീന് വരുന്നത് കേസ് എന്നിൻ്റെ വാല്യൂ ഇൻഡിജേഴ്സ് 0 1 2 3 എക്സെട്ര. അതായത് 0 1 1 0 എന്ന് പറഞ്ഞ ബേസിസിൽ മാത്രമാണ് നമുക്ക് ഐഡന്റിക്കൽ വാല്യൂ എനർജി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പ്രീവിയസ് പ്രോബ്ലംസ് കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാവും x1ൻ്റെ വാല്യൂ √(h²/2m ω a1 + a ഡയഗ്രാണ്. അപ്പോൾ അടുത്തത് x2 എന്ന് പറയുമ്പോൾ ഇവിടെ a2 ഡയഗ്രം എന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ ചെയ്യണത് 1 0 ആദ്യത്തെ നമ്മുടെ ബേസിസ് എടുത്ത് 1 0 ആവണം. അപ്പോൾ ഇവിടെ 0 1 ആയിരിക്കും. അപ്പോൾ ഇവനെ നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് ഇവനെ നമ്മൾ h' കൊടുക്കുക. h' എന്ന് പറയുമ്പോൾ B(x1, x2) ആണ്. അതിൻ്റെ B കോമൺ ആയിട്ട് പുറത്തിറക്കി x1 x2. അവർ രണ്ടിടത്തിലും √(h²/2m ω ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്ക്വയർ ചെയ്യുമ്പോൾ അതായത് h⁻2ω ആയിരിക്കും. ഇവന്മാർ രണ്ടുപേരും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a1 a2 0 1 എന്ന് കിട്ടും. a1 a2 0 1 എന്ന് കൊടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ a2നെ നമ്മൾ 1 കൊണ്ട് കൊടുക്കുക. a2നെ 1 കൊണ്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? √1 1 - 1 0 ആയിരിക്കും. അതുപോലെ തന്നെ a1നെ 0 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് a1 0 ഇറ്റ്സെൽഫാ കിട്ടാം. അപ്പോൾ ഫസ്റ്റത്തെ ആൾ എന്തോട്ടാ? നമ്മുടെ a1 0 ആണ്. അതിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. രണ്ടാമത്തെ ആൾ നമുക്കിപ്പോൾ കിട്ടിയത് √1 0 ആണ്. അപ്പോൾ ഇവന്മാരെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്തായിരിക്കും? √1 0 1 ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിലുള്ളത് എന്താ? 1 0 1 0 0 1. അപ്പോൾ ഇതെന്തായിരിക്കും? എൻ്റെ വാല്യൂ 1 ആയിരിക്കും വരാം. അതുപോലെ നമ്മൾ രണ്ടാമത്തെ ടേം എടുത്തു. a1 a2 എടുത്തു. ഒന്നുമില്ല. a2ൻ്റെ കാര്യം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ a2നെ എന്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക? 1 ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും കിട്ടാം? √2. അതായത് ഇവൻ്റെ കൂടെ 1 കൂട്ടാം. അതുപോലെ തന്നെ കെറ്റ് ഓഫ് ആ 2 എഴുതാം. അതായത് 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്തായിരിക്കും? √2 കിട്ടി. അടുത്തത് a1ൻ്റെ കൂടെ നമ്മൾ 0 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ a1 ഇറ്റ്സെൽഫ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവനെ നമ്മുടെ ഫസ്റ്റത്തെ ആൾ ഇവനാണ്, ഇറ്റ്സെൽഫാണ്. അതായത് a1 0 ആണ്. ഇതെന്ന് വെച്ചാൽ √2 1 2 ആണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? √2 ഓഫ് 0, 1 എന്ന് കിട്ടും. ഈ 0, 1 എന്തായിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ളത് 1, 0 ആണ്. അപ്പോൾ ഇവൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നില്ലെങ്കിൽ നമുക്ക് ബ്രാഫ് n വെച്ചാൽ കെറ്റ് ഓഫ് n കിട്ടണം. n+1 വെച്ചിട്ടുണ്ടെങ്കിൽ n+1 ആയിരിക്കണം. അവസാനം വരേണ്ട ആൾ n+2 ആണ്. ഇനീഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരുന്ന ആൾ n+2 ആയിരിക്കണം. സിമിലർ കൈൻഡ് ആയിരിക്കണം. അതുപോലെ നമ്മൾ ഈ a2നെ എടുത്തു. a2നെ നമ്മൾ ഇവനായിട്ടല്ല ഓപ്പറേറ്റ് ചെയ്യണത്. a2നെ ഇവനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? a2നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. a2നെ ഇവനായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ a2നെ ഔട്ടർ മോസ്റ്റുള്ള 1 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? എന്താണോ ഉള്ളത് അവനെ റൂട്ടിൻ്റെ ഉള്ളിലാക്കണം. അപ്പോൾ 1 ആവുമ്പോൾ √1 1 - 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. √1 0 ആയിരിക്കും. a1നെ ചെയ്യുമ്പോൾ എന്തായിരിക്കും? a1 0 ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവൻ്റെ കൂടെ 1 കൂട്ടാ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്നാ n+1 കെറ്റ് ഓഫ് n+1 എന്നാണ് വരാം. അപ്പോൾ ഇവനെ നമുക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? √1 1 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ആൾ നമുക്ക് √1 1 കിട്ടി. ഇങ്ങനെയായിട്ട് വരാം. ഫസ്റ്റത്തെ ആൾ നമുക്ക് എന്താ കിട്ടിയത്? ഒരാൾ 1ഉം a2 a1 എന്ന് പറയുമ്പോൾ 1 കിട്ടി. രണ്ടാമത്തെ ആളെയും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 0 കിട്ടിയിരുന്നു. അപ്പോൾ √1 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. √1 ഇൻറ്റു √1 എന്ന് പറയുമ്പോൾ √1 തന്നെ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും കിട്ടുക? 1, 0 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ തുടക്കത്തിൽ 1, 0 ഒടുക്കും 1, 0. അപ്പോൾ എന്തായിരിക്കും? അത് തന്നെ 0 ആയിട്ട് പോകും. അതുപോലെ തന്നെ ഇവനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇവനെ എടുത്തു. പിന്നെ 1 ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ √2 കെറ്റ് ഓഫ് 2 ആയിരിക്കും. ഇവനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ √1 കെറ്റ് ഓഫ് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ അവസാനം ഇവനെ നമുക്ക് രണ്ടാമത്തെ ആളെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ഒന്നാമത്തെ ആളെയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ 1 × 2 ആണ് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ ആളെ ഇൻറ്റു രണ്ടാമത്തെ ആളെ. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് രണ്ടും റൂട്ടിൻ്റെ ഉള്ളിലാക്കുക. √1 1.2 എന്ന് പറഞ്ഞാൽ √2 ആയിരിക്കും. ഇവന് 1, 2 ആയിരിക്കും. 1,2ൻ്റെ ഇനീഷ്യൽ ഓപ്പറേറ്റർ 1, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? B(h²/2m ω 1 ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ആൾ 0 1നെ കൂടിയും ഇവിടെ 0 1 ഇട്ട് കൊടുക്കുക. ഇവിടെയും 0 1 ബേസിസ് ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? B(h²/2m ω എന്ന് പറഞ്ഞ ആൾ തന്നെ കിട്ടും. ഇനി നമുക്കിത് പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ എക്സിൻ്റെ ഓഫ് ഡയഗണൽ ബേസിസ് എന്ന് പറഞ്ഞാൽ 0 0 ആണ്. അതുപോലെ തന്നെ ഓഫ് ഡയഗണൽ ബേസിസ് എന്ന് പറഞ്ഞാൽ 1 1 ആണ്. B(h²/2m ω പുറത്തെടുക്കുമ്പോൾ അതുകൂടാണ് നമ്മളോട്
ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് അല്ലെ ബി എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 ഒമേഗ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടൈംസ് ബി എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 ഒമേഗ, അങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ബി കോൺസ്റ്റന്റ് ടൈംസ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 ഒമേഗ. അപ്പോൾ ഏതാ ഓപ്ഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐഗൺ വാല്യൂ എടുത്ത് എനർജിയുടെ ഐഗൺ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇവനെ നമ്മൾക്ക് ഒറ്റയടിക്ക് എ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്രയാണ് കിട്ടുന്നത് അത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. 0 ബി എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 എം ഒമേഗ മൈനസ് ഓഫിൽ ഇവിടെ ലാംഡ ഐഡൻറ്റിറ്റി മാട്രിക്സ്, അത് 1 0 0 1. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെന്റ് മൈനസ് ലാംഡ കിട്ടും, രണ്ടാമത്തെ എലമെന്റ് ബി എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 എം ഒമേഗ കിട്ടും. ഇവിടെയും ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ബി ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 ഒമേഗ 0 മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ മൈനസ് ലാംഡ ആയിരിക്കും. നമ്മൾ 2 × 2 മാട്രിക്സ്, അപ്പോൾ പരസ്പരം ഇത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ലാംഡ സ്ക്വയർ മൈനസ് ഓഫ് ബി എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 എം ഒമേഗ ഈസ് ഈക്വൽ ടു 0. ഇതിന് ഇപ്പുറത്തേക്ക് അടുത്ത് ബി എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 എം ഒമേഗ ഹോൾ സ്ക്വയർ. കൺസിഡറിങ് ഇത് റൂട്ട് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ടായിരിക്കും. അപ്പോൾ റൂട്ട് സ്ക്വയർ ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ഓക്കെ, അവർ പോവും. അപ്പോൾ ബി ഓഫ് എച്ച് കട്ട് ഡിവൈഡ് ബൈ 2 എം ഒമേഗ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റായിട്ട് ഇവിടെ വരണ ആള്.